ഗുഡ് മോർണിംഗ്. എന്നൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കാപ്പിയുടെ ഒരു ഇതാണ്. ഒരു ദോശ തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കൊരു ദോശ ചുടാം. പിന്നെ ഞാൻ കാപ്പിക്ക് വേണ്ടി ഒരിത്തിരി വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാപ്പി പൊടിയാണ്, നെസ്കഫയാണ് എടുക്കുന്നത്. നെസ്കഫെ ആ തിളച്ച വെള്ളത്തിലേക്ക് ഇച്ചിരി ഇടത്തേ ഉള്ളേ, ഉണ്ടോ, അത്രയേ ഉള്ളൂ. ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി തിളച്ച വെള്ളത്തിലേക്ക് ഇച്ചിരി കാപ്പിപ്പൊടി ഇട്ടു. അതിലേക്കൊരു സ്പൂൺ സ്വല്പം നെയ്യ് ഇടണം. നമുക്ക് നല്ലതാണത് വയറിന് രാവിലേക്ക്. ഇത്ര നെയ്യിട്ട് ഒരു കാപ്പി, അടിപൊളി കാപ്പി. നല്ല ക്ലിയർ ഇല്ലല്ലോ ഇവിടെ, വെട്ടം കുറവാണ്. ഇപ്പോൾ വെട്ടമായി. ഇവിടെ എൻ്റെ കാപ്പി കണ്ടോ, ഒരു അടിപൊളി കാപ്പിയാണ്. നമ്മുടെ ദോശ ആയിട്ടുണ്ട്. ദോശ എടുത്ത് വെച്ചു. നമുക്കൊരു ദോശയും കൂടെ, ഒരു കുഞ്ഞു ദോശ കൂടെ ചുടാം. ഒരു ചെറിയ ദോശയാണ്. നമുക്കൊരു മുട്ട പൊരിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ടയിൽ ഞാൻ ചേർത്തേക്കുന്ന സാധനങ്ങൾ പറയട്ടെ. ഈ മുട്ടയ്ക്കകത്ത് ഞാൻ പിന്നെ കുരുമുളക്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില എല്ലാം കൂടെ പൊടിച്ച് ഒരു മിക്സ് ഉണ്ട്, അതിട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒത്തിരി മുളക് പൊടി, ഒരു ഇത്തിരി ഉപ്പ്, നമുക്ക് ഉപ്പൊക്കെ വേണമല്ലോ, അങ്ങനെ ഇത് രണ്ടും ഇട്ടിട്ടുണ്ട്. നമുക്ക് അന്നേരം അതിങ്ങനെ മുട്ടയും കൂടെ പൊരിച്ച് ഈ ദോശ നമ്മുടെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അകത്തേക്ക് പിടിക്കുന്നുണ്ട്. ഇനി രണ്ട് ദോശയാണ്. നമ്മുടെ ദോശയോടൊപ്പം ചട്നിയാണ്. ചട്നിയിൽ ആ ഒരു കളർ വരുന്നത് ഞാൻ കറിവേപ്പില അരച്ചിട്ടുണ്ട് നന്നായിട്ട്. കറിവേപ്പില, പച്ചമുളക്, തേങ്ങ ഇത്ര അരച്ച ഒരു ചട്നിയാണിത്. അടിപൊളി ടേസ്റ്റാണ്. കറിവേപ്പിലയുടെ ആ ഒരു രുചിയൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് കറിവേപ്പില ഇട്ട് അരച്ചത്. കറിവേപ്പില ഇട്ട് അരച്ചുകൊണ്ടാണ് ഈ കളറുള്ളത്. പിന്നെ ചെറിയ ഉള്ളി, രണ്ട് ദോശയായി. നമുക്ക് മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. മസാല ഓംലെറ്റാണ്. ഇതിൽ മുളക് പൊടി ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും സാധനങ്ങളുണ്ട്. ഭയങ്കര സ്വാദാണിതിൽ. നമ്മുടെ മുളക് പൊടിയാണ് ഇത് ചുമന്ന് കിടക്കുന്നത്. കുരുമുളക് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് വെച്ചേക്കുന്നതാണ്, ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അല്ലാതെ ഒരുപാടങ്ങ് പൊടിച്ചിട്ടില്ല. അപ്പോൾ കുരുമുളക് നമുക്ക് കടിക്കുമ്പോഴും നല്ലതാണ് മുട്ടയുടെ കൂടെ. അടിപൊളി വരുന്നുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ ഞാനിതിൽ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല. ഇതിപ്പം ഒരു ഔഷധം പോലുള്ള പൊടിയാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. രാവിലെയൊക്കെ നമ്മൾ ഒരുവിധം നന്നായിട്ട് കഴിക്കണമെന്നാണ് പറയുന്നത്. രാത്രി നമ്മളൊരു 7 മണി ശേഷമൊക്കെ കഴിച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങ് നിർത്തണം. പിന്നെ നമ്മളൊന്നും കഴിക്കരുത്. അതാണ് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത്. രാത്രി ഒത്തിരി ഇരുട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നത് കേടാണ്. എല്ലാവർക്കും അത് ദഹനത്തിനൊക്കെ ഭയങ്കര കേടാണ്. അതുകൊണ്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നേരത്തെ കഴിച്ച് നിർത്തുക.
പിന്നെ രാവിലെ ആയാലും രാവിലെ നമ്മൾ എന്നിട്ട് അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരം എടുത്തിട്ടൊരു 8 മണി 9 മണിയായിട്ട് കഴിച്ചാൽ മതി. അപ്പോഴാണ് നമുക്ക് വയറിനും ഒരു അത്രയും സമയം നമുക്ക് നീണ്ടു കിട്ടുമ്പോൾ നമുക്ക് എല്ലാ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. ഒരു അടിപൊളി പ്രാതലാണ്. ഞാനിത് കാപ്പിക്കകത്ത് സ്വല്പം നെയ്യ് ഇട്ടിട്ടുണ്ട്. ആ നെയ്യ് നമുക്ക് വയറിനൊക്കെ നല്ലതാണ്. നമ്മളിത് ആഹാരം കാപ്പി കഴിക്കുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഇതൊരു കാപ്പി അങ്ങ് കുടിക്കാം. കാപ്പി കുടിച്ചിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്കിതിനോടൊപ്പം തന്നെ കുടിക്കാം. ഇപ്പോൾ മുട്ട ഓംലെറ്റ് ഉണ്ട്, ദോശ ഒരു ചെറിയ ദോശ, ഒരു വലിയ ദോശ, ചട്നി. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.